ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ദ 11th അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ഈസ് CWD. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് കൺവേർട്ട്സ് വേർഡ് ഡാറ്റ ഇൻറ്റു ഡബിൾ ഡാറ്റ. അതായത് വേർഡ് ഡാറ്റയെ, വേർഡിൻ്റെയും ഡബിൾ ഡാറ്റേൻ്റെയും സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ വേർഡിലുള്ള ഡാറ്റയെ ഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് CWD യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് DAA, ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ അഡീഷൻ. അഡീഷൻ സമയത്ത് ഡെസിമൽ വാല്യൂസ് വരുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DAA യൂസ് ചെയ്യുന്നത്. ദെൻ DAS, ഡെസിമൽ അഡ്ജസ്റ്റ് ഫോർ സബ്ട്രാക്ഷൻ. അതായത് സബ്ട്രാക്ഷൻ നടക്കുന്ന സമയത്തുള്ള ഡെസിമൽ അഡ്ജസ്റ്റിന് വേണ്ടിയിട്ട്. NEG, ഇറ്റ് കാൽക്കുലേറ്റ്സ് നെഗേഷൻ വാല്യൂ ഓഫ് ഡെസ്റ്റിനേഷൻസ് രജിസ്റ്റേഴ്സ് ടൂസ് കോംപ്ലിമെൻറ്റ്. നെഗേഷൻ വാല്യൂ നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ കൊടുക്കും അല്ലേ? അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിൽ എന്താണുള്ളത്, അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണും. ദെൻ IMUL എന്ന് പറയുന്നത് സൈൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ദെൻ IDIV എന്ന് പറഞ്ഞാൽ സൈൻഡ് ഇൻറ്റിജർ ഡിവിഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സൈൻ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവോ പോസിറ്റീവോ സൈൻഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ട്. ദെൻ AAA, ആസ്കി അഡ്ജസ്റ്റ് ഫോർ അഡീഷൻ. അഡീഷൻ സമയത്ത് ആസ്കിയിലേക്ക് അല്ലെങ്കിൽ ആസ്കി അഡ്ജസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് AAA യൂസ് ചെയ്യുന്നത്. AAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി അഡ്ജസ്റ്റ് ഫോർ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ആസ്കി അഡ്ജസ്റ്റ്മെൻറ്റ്. ദെൻ AAM, ആസ്കി അഡ്ജസ്റ്റ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ AAD, ആസ്കി അഡ്ജസ്റ്റ് ഫോർ ഡിവിഷന് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റിന് വേണ്ടിയിട്ട് ആസ്കിയിലുള്ള അഡ്ജസ്റ്റിന് വേണ്ടിയിട്ടാണ് AAD യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. എന്താണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്? നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിലേതൊക്കെയാണ് വരുന്നത്? ആൻഡ്, ഓർ, നോട്ട്, XOR ഒക്കെയാണ്. ഇവിടെ XOR നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ, ഞാൻ ഇതിൽ കൊടുക്കാൻ മറന്നുപോയി. സോ ആൻഡ്, ഓർ, നോട്ട്, XOR. ഇപ്പോൾ ആൻഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആൻഡ് ഡെസ്റ്റ് കോമ സോഴ്സ്. ഡെസ്റ്റിനേഷൻ രജിസ്റ്ററും സോഴ്സ് രജിസ്റ്ററുമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇറ്റ് പെർഫോംസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ഓഫ് 2 രജിസ്റ്റർ ഓപ്പറൻസ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. അതായത് ഈ 2 രജിസ്റ്റേഴ്സിലെ ഇതിലുള്ള ഓപ്പറാൻസ് എന്താണോ അതൊക്കെ എന്ത് ചെയ്യും? ആൻഡ് ഓപ്പറേഷൻ ചെയ്യും. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2ലുള്ള വാല്യൂസ് അല്ലെങ്കിൽ രജിസ്റ്റർ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എന്ത് ചെയ്യും? ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ 2 രജിസ്റ്റേഴ്സ് ഇവിടെ എടുത്തിരിക്കുന്നത് BLഉം CLഉം ആണ്. BLലുള്ള വാല്യൂ 35H ഹെക്സാഡെസിമൽ വാല്യൂ ആണ് H കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CLൽ 5EH ആണ് കൊടുത്തിരിക്കുന്നത്. 5E എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. സോ നമുക്ക് 35 എന്നുള്ള നമ്പറിനെ ബൈനറിയിൽ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ബൈനറി വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാനുള്ള റെപ്രസെൻറ്റേഷനൊക്കെ. അപ്പോൾ ഇത് 35 എന്ന് പറയുമ്പോൾ ഇത് 4 ബിറ്റ്സ് ആക്കി എടുക്കൂ. ഇതിൽ 0 0 1 1, പിന്നെ 0 1 0 1. ഇങ്ങനെയുള്ള സമയത്ത് എന്താ? ഈ 3 എന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റാണ് 0 0 1 1 എന്ന് പറയുന്നത്. പിന്നെ 5ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് എന്ത്? 0 1 0 1 എന്ന് പറയുന്നത്. അങ്ങനെയാണ് 35Hനെ നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ 5E എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് എന്താ? 0 മുതൽ 14 വരെയാണ് എന്ത് ഹെക്സാഡെസിമൽ വാല്യൂവിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് 0 1 2 3 4 5 6 7 8 9 വരുമ്പോൾ 10 ആണ് ശരിക്കും വരുന്നത്. 11 വരുമ്പോൾ ABCDE, 11ന് A, 12ന് B, പിന്നെ 13ന്
സി, അങ്ങനെ പോവും, അങ്ങനെ 14 വരെ പോവും. അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്, 14 എന്നുള്ള നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 4 ബിറ്റ്സ് ആക്കിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുക. അതായത് 0101 അതെന്താണ് കറസ്പോണ്ടിങ് 5ൻ്റെ ബൈനറി വാല്യൂ ആണ്. പിന്നെ 1110 ഈ ബാക്കി 4 ഇതെന്താ ഈൻ്റെ കറസ്പോണ്ടിങ്, എന്ന് പറയുന്നത് 14 നമ്പർ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ആണ് 1110 എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ, അതായത് ഇപ്പോൾ 2 രജിസ്റ്ററിലുള്ള വാല്യൂസാണ് ഈ 2 കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ അതിനെന്ത് ചെയ്യാണ്, ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആയിട്ടുള്ള BLലേക്ക് സ്റ്റോർ ചെയ്യാണ്. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വാല്യൂ 0 വരും. നേരെ അതുപോലെ തന്നെ 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരും. 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരും. 0യും 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരും. 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 1 വരും. 1 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 0 1 മൾട്ടിപ്ലൈ ചെയ്താൽ 0, 0 0 മൾട്ടിപ്ലൈ ചെയ്താൽ 0 വാല്യൂ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇട്ട് നമ്മൾ എന്ത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ 1ഉം 1ഉം വരുന്ന മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ എന്ത് വരുള്ളൂ, 1 വരുന്നുള്ളൂ. ബാക്കിയെല്ലാം 0 ആയിരിക്കും ആൻഡ് ഓപ്പറേഷൻ, ആൻഡ് ലോജിക്കൽ ഓപ്പറേഷനിൽ വരുമ്പോൾ. ക്ലിയർ? ദെൻ ഓർ ഓപ്പറേഷനാണ് രണ്ടാമത്തത്. ഓർ ഡെസ്റ്റ് സോഴ്സ്, ഡെസ്റ്റിനേഷനും സോഴ്സ് രജിസ്റ്ററും. ഇറ്റ് പെർഫോംസ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ഓഫ് 2 രജിസ്റ്റർ ഓപ്പറൻസ് ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. അതായത് 2 രജിസ്റ്ററിലുള്ള വാല്യൂസ് ഓർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ചെയ്തിട്ട് റിസൾട്ട് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓർ എന്ന് പറയുന്നത് എന്താ, പ്ലസ് ഓപ്പറേഷനാണ്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്, ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. BLൽ നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്, ഇവിടെ സെയിം എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്. 35Hൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഇവിടെ കൊടുത്തു. CLൽ 5EH ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഓർ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓർ എന്ന് പറയുമ്പോൾ എന്താണ്, ആഡ് ചെയ്യുക എന്നുള്ള മെത്തേഡാണ്. സോ BLൽ, അതായത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിൽ ആഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, 1ഉം 0യും ആഡ് ചെയ്താൽ എന്താ, 1 അല്ലേ വരിക. 0യും 1ഉം ആഡ് ചെയ്താലും 1 വരും. 1ഉം 1ഉം ആഡ് ചെയ്താൽ എന്ത് വരും, നമ്മുടെ ബൈനറി ഓപ്പറേഷനിൽ 1ഉം 1ഉം ആഡ് ചെയ്താൽ 1 ആണ്. 0യും 1 ആഡ് ചെയ്താൽ 1, 1ഉം 1ഉം ആഡ് ചെയ്താൽ 1, 1 0 ആഡ് ചെയ്താൽ 1, 0 1 ആഡ് ചെയ്താൽ 1, 0 0 ആഡ് ചെയ്താൽ 0. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ, 2 വാല്യൂസും 0 വരുന്ന സമയത്ത് മാത്രമേ അവിടെ 0 എന്ന് വരുന്ന ഒരു റിസൾട്ട് വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് 0യും 1ഉം തമ്മിലൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ്, ആ 1 എന്നുള്ള വാല്യൂ തന്നെയാണ് റിസൾട്ടിലേക്ക് വരുന്നത്. സോ ഫൈനൽ നമ്മൾ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ക്ലിയർ? അടുത്തത് എന്താ, നോട്ട് ഡെസ്റ്റ്. അതായത് നോട്ട് എന്നുള്ള ലോജിക്കൽ ഓപ്പറേഷനാണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഇറ്റ് ഇൻവോൾവ്സ് ദ ബിറ്റ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, ദാറ്റ് ഈസ് ദ കോംപ്ലിമെൻറ്റ് ഫോം. അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് എന്താണോ അതിനെന്ത് ചെയ്യും, ഇൻവേഴ്സ് ചെയ്യും. അതായത് ഓൾറെഡി ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോം എന്നൊക്കെ പറയും അതിനെ. നോക്കൂ, ഇവിടെ നമ്മൾ BL രജിസ്റ്ററിൽ 35H തന്നെയാണ് ഓൾറെഡി എടുത്തിട്ടുള്ളത്. 35Hൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ എന്ത് വരും, BLൽ എന്താ വരിക, 1ൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ 0, 0ൻ്റെ നേരെ ഓപ്പോസിറ്റ് 1, 1ൻ്റെത് 0, 0ൻ്റെ 1, 1ൻ്റെ 0, 1ൻ്റെ 0, 0ൻ്റെ 1, 0ൻ്റെ 1. അപ്പോൾ 0 വരികയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, 1 വരികയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 0 ആക്കി എടുക്കുക. അതാണ് ഇവിടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയുന്നത്. 4th വണ്ണാണ് XOR ഡെസ്റ്റ് സോഴ്സ്. അതായത് XOR ഓപ്പറേഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ XOR ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 0യും 1ഉം വരുന്ന സമയത്ത് മാത്രം വാല്യൂ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 വരും. അല്ലാത്ത സമയത്ത് മാത്രം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അതായത് 2 രജിസ്റ്ററിലുള്ള വാല്യൂസ് കമ്പയർ ചെയ്യുമ്പോൾ
1ഉം 0യും അല്ലെങ്കിൽ 0യും 1ഉം രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് രണ്ട് രജിസ്റ്റേഴ്സിൽ വരുന്ന സമയത്ത് മാത്രമേ അവിടെ 1 വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് 0 ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. 1 1 അങ്ങനെ സെയിം വാല്യൂസ് വരുന്ന സമയത്ത് 0 ആയിരിക്കും. രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 0യും 1 1 0 അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ? 1 ആയിരിക്കും വരിക. ഇവിടെ നോക്കൂ, XOR ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്? ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ആൻഡ് റിസൾട്ട് സ്റ്റോഴ്സ് ഇൻ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓർ ഓപ്പറേഷൻ്റെ XORൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞു നേരത്തെ. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. BLൽ 35Hനെയാണ് എടുത്തിട്ടുള്ളത്, CLൽ 5H. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി XOR ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിഫറെൻറ്റ് വാല്യൂസ് XOR ചെയ്യുമ്പോൾ 1 വരും, അല്ലാത്ത സമയത്ത് 0 ആയിരിക്കും. ഇവിടെ നോക്കൂ, 1ഉം 0യാണ്. അപ്പോൾ എന്ത് വരും? 1 വരും റിസൾട്ടിൽ. 0യും 1 ആവുന്ന സമയത്ത് എന്താവും? ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ, അപ്പോൾ 1 വരും. 1ഉം 1 വരുന്ന സമയത്ത് 0, 0 1 വരുന്ന സമയത്ത് 1, ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട്. സെയിം വാല്യൂസ് ആയിട്ടുള്ള 1ഉം 1 വന്നപ്പോൾ എന്താ അവിടെ? 0 വന്നു. പിന്നെന്താ? 1 0 വന്ന സമയത്ത് എന്താ? 1 ആണ് വന്നത്. 0 1 ആഡ് XOR ചെയ്ത സമയത്ത് 1 വന്നു. പിന്നെ നോക്കൂ, ഇവിടെ 0 0 സെയിം വാല്യൂസ് അല്ലേ, അപ്പോൾ എന്താണ്? 0 ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് XOR ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ ഇത്രയും ലോജിക്കൽ ഓപ്പറേഷൻസ് കഴിഞ്ഞു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.